മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം ഇന്ന് രാവിലെ 10 മണിക്ക് മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഒരു സവിശേഷ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത്. അതാണെങ്കിൽ മലയോര ജനതക്കാകെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. എല്ലാ കാലത്തും ദീർഘകാലമായി മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. 2016 തന്നെ LDF സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പം അതിൻ്റെ ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി അത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. 1960 കേരള ഭൂപതിവ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷി, ഭവന നിർമ്മാണം, അയൽവസ്തുവിൻ്റെ ഗുണകരമായ അനുഭവം, ഷോപ്പ് സൈറ്റുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ ഭൂമി പതിച്ചു കിട്ടിയ പലരും മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പട്ടയ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത്. ഇക്കാര്യത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിവിധ കോടതികളുടെ ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായുള്ള കർശനമായ നിയന്ത്രണവും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പല മാർഗങ്ങൾ സർക്കാർ ആലോചിച്ചു. തുടർന്നാണ് 6.5 പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് 2023 സെപ്റ്റംബർ 14 ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസ്സാക്കിയത്. 2024 ഏപ്രിൽ 27 ഗവർണർ ബിൽ അംഗീകരിച്ചു.
ജൂൺ 9 സർക്കാർ ഭൂപതിവ് നിയമം 2023 വിജ്ഞാപനം ചെയ്തു. ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന 7/6/2024 വരെ ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ച് നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകും. തികച്ചും ജനാധിപത്യപരമായാണ് സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ, മതമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമപ്രതിനിധികൾ, നിയമവിദഗ്ധർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമായും നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതി തയ്യാറാക്കിയത്. നിയമസഭ ഈ ഭേദഗതി ഐകകണ്ഠ്യേനയാണ് പാസാക്കിയത്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി ഇതുവരെ ഉണ്ടായ വ്യതിചലനങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം ഭൂമിയുടെ ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള വിനിയോഗത്തിന് അനുവാദം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം. പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ ഭൂമി വ്യാപകമായി ദുർവിനിയോഗം ചെയ്യുന്ന പ്രശ്നവും പരിഗണിക്കണം. മാത്രമല്ല, വിവിധ സന്ദർഭങ്ങളിൽ കോടതികളിൽ നിന്ന് വന്നിട്ടുള്ള വിലക്കുകളും നിർദ്ദേശങ്ങളും വിശദമായി പരിശോധിക്കുകയും വേണം. വിവിധ അവസരങ്ങളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും റവന്യൂ, വ്യവസായ, ധനവകുപ്പ് മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരിശോധിച്ച ശേഷം വിവിധ തലത്തിലുള്ള യോഗങ്ങൾ ചേർന്നാണ് ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകിയത്. 2 ചട്ടങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത്, പതിവ് ലഭിച്ച ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ. രണ്ടാമതായി, കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി പ്രധാനമായും ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്നുള്ള ചട്ടങ്ങൾ. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാണ്. വിപുലമായ ചർച്ചകൾക്ക് ശേഷം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ജീവനോപാധിക്കായി പട്ടയഭൂമി വിനിയോഗിക്കുന്നതിന് അനുമതിക്കായുള്ള രണ്ടാമത്തെ ചട്ടങ്ങൾ ഇതിന് തുടർച്ചയായി പരിഗണിക്കും. 1964 ഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളനുസരിച്ചും 1995 മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിവ് ചട്ടങ്ങളനുസരിച്ചുമാണ്
പട്ടയം കൂടുതലായി നൽകിയിട്ടുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് വിവിധ സന്ദർഭങ്ങളിൽ ഭൂമി പതിച്ചു നൽകുന്നതിന് കൊണ്ടുവന്ന മറ്റ് ചില ചട്ടങ്ങൾ കൂടിയുണ്ട്. 1970 കൃഷിയുക്ത വനഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങൾ, കർഷക തൊഴിലാളികളുടെ പുനരധിവാസം ചട്ടങ്ങൾ, റബ്ബർ കൃഷി, ഏലം, തേയില, കോഫി എന്നിവയ്ക്കുള്ള പതിവ് ചട്ടങ്ങൾ, വയനാട് കോളനൈസേഷൻ സ്കീം, 1993 കേരള ലാൻഡ് അസൈൻമെൻറ്റ് സ്പെഷ്യൽ റൂൾസ് തുടങ്ങിയ ചട്ടങ്ങളനുസരിച്ച് വിവിധ വിഭാഗം ജനങ്ങൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുക എന്ന ആവശ്യം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. കൂടുതൽ ചട്ടങ്ങൾ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് കണ്ടാൽ അവയും കൂട്ടിച്ചേർക്കും.